ഹായ് ഫ്രണ്ട്സ്, UPSC എക്സാം ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സാമിനെ കുറിച്ചും അതിൻ്റെ കട്ട് ഓഫിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവസാനിച്ച് എല്ലാവരും പഠിത്തത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ആരെങ്കിലും ഇപ്പോഴും ടെൻഷൻ അടിച്ച് എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, ഞാൻ കട്ട് ഓഫിനുള്ളിൽ വരുമോ എന്നുള്ള ടെൻഷനിലൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരിക. നമ്മുടെ മൈൻഡിനെ വീണ്ടും തിരിച്ച് പഠിത്തത്തിലേക്ക് കൊണ്ടുവരിക. കാരണം നമ്മുടെ മുന്നിൽ കുറച്ച് സമയങ്ങളേ ഉള്ളൂ, പക്ഷേ ഒരുപാട് എക്സാംസ് മുന്നിലുണ്ട് അല്ലേ. LPSC എക്സാം ഉണ്ട്, അതില്ലാത്തവർക്കാണെങ്കിൽ LDC എക്സാം ഉണ്ട്. അപ്പം നമ്മുടെ മുമ്പിൽ എക്സാംസ് ഉണ്ട്. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മൾ വെറുതെ നമ്മുടെ സമയം കളയേണ്ട. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ UPSC സൈക്കോളജി ക്വസ്റ്റ്യൻസ്, ഓരോ ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു പോകുക എന്നുള്ളേ ഉള്ളൂ. അതായത് പഠിക്കലല്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിൽ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളെ ഒന്ന് ഓർത്തെടുക്കുന്നു അല്ലേ. അപ്പോൾ LPSCക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ഈ ഒരു വീഡിയോ കണ്ട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് കാണാത്തവരാണ്, നമ്മൾ ആ ഒരു ഏരിയ പഠിക്കാത്തവർ, അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് നോക്കാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓക്കെ, എ പാർട്ടിൽ 61 മുതലാണ് ആരംഭിക്കുന്നത് അല്ലേ, സൈക്കോളജി. ഓക്കെ, അപ്പോൾ താഴെ പറയുന്നവയിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ശരിയല്ലാത്ത എന്നുള്ളത് നമ്മൾ അണ്ടർലൈൻ ചെയ്യാം. കാരണം എന്താണ്, നമുക്ക് കറക്റ്റ് നമുക്ക് തെറ്റ് വരാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മൾ എക്സാംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് നെഗറ്റീവ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നെഗറ്റീവ് കുറയ്ക്കുന്നതിനനുസരിച്ച് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ മുന്നിലോട്ട് വരും. അപ്പോൾ ഞാൻ UPSC എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ചില പാളിച്ചകളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ശരിയല്ലാത്ത പ്രസ്താവന ഏത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്, വികാസം അനുസ്യൂതമാണ്. ഇതെന്താണ്, ശരിയാണ്. 2, ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്നും വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു. ഇതും ശരിയാണ്. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇതും എന്താണ്, ശരിയാണ്. വികാസത്തിന്റെ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല. ഇതെന്താണ്, ഈ ഒരു പ്രസ്താവന എന്താണ്, ഇത് തെറ്റാണ് അല്ലേ. അപ്പോൾ വികാസത്തിന്റെ ഗതിയിൽ എന്തുണ്ടാവും, വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വികാസം ഇതൊന്നും നമ്മൾ പഠിച്ചില്ലെങ്കിൽ പോലും നമുക്കറിയാം അല്ലേ. അപ്പോൾ ഒരു കുട്ടി നടക്കുന്ന പ്രായത്തിലല്ല മറ്റു കുട്ടി നടക്കുന്നത്, ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിലല്ല മറ്റു കുട്ടികൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എന്തുണ്ട്, ഓരോ വ്യക്തിയിലും വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ വികാസത്തിന്റെ ഗതിയിൽ എന്തായാലും എന്തുണ്ടാവും, വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വന്ന ഏരിയ ഏതാണ്, നമ്മൾ സൈക്കോളജിയിൽ ആദ്യം തന്നെ പഠിക്കുന്ന വളർച്ചയും വികാസവും എന്നുള്ള ആ ഒരു ഏരിയ ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് വളർച്ച? വളർച്ച എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ ശാരീരികമായ മാറ്റം അല്ലേ, നമ്മുടെ ബാഹ്യമായ മാറ്റം മാത്രമേ, നമ്മുടെ ഘടനാപരമായ ശാരീരികപരമായ മാറ്റം മാത്രമാണ് നമ്മുടെ വളർച്ച. അതായത് നമ്മുടെ മാസിൽ ഉണ്ടാവുന്ന വർധനവ് അല്ലേ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മാസിൽ ഉണ്ടാവുന്ന വർധനവ്, ആ വർധനവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വളർച്ച എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്, ഗണാത്മകമാണ് അല്ലേ, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. വളർച്ച എന്ന് പറയുന്നത് ഗണാത്മകമാണ്. എന്നാൽ നമ്മൾ നേരെ വികാസത്തിലേക്ക് വരുമ്പോൾ വികാസം എന്താണ്, ഈ വളർച്ചയും കൂടെ ഉൾക്കൊള്ളുന്നതാണ് വികാസം അല്ലേ. വികാസത്തിൽ എന്ത് വരുന്നുണ്ട്, വളർച്ചയും വരുന്നുണ്ട്. വളർച്ച മാത്രമല്ല, സമഗ്രമായ വളർച്ചയാണ് അല്ലേ വികാസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സാമൂഹികം, വൈജ്ഞാനികം, വൈകാരികം, സാൻമാർഗം എല്ലാ മേഖലകളിലും ഉണ്ടാകുന്ന വളർച്ചയാണ് നമ്മുടെ വികാസം എന്ന് പറയുന്നത്. ഇനി വികാസം ഗുണാത്മകമാണ് അല്ലേ, ക്വാളിറ്റേറ്റീവ് ആണ്. വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്, ഗുണാത്മകമാണ്. അത് ആന്തരികമാണ്. ഇനി വളർച്ച പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വളർച്ച ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പരിപക്വനത്തെയും പഠനത്തെയും എന്ത് ചെയ്യുന്നില്ല, ആശ്രയിക്കുന്നില്ല. പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. എന്നാൽ വികാസം എന്ത് ചെയ്യുന്നുണ്ട്, പരിപക്വനത്തെയും പഠനത്തെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആശ്രയിക്കുന്നുണ്ട് അല്ലേ. പരിപക്വനത്തെയും പഠനത്തെയും ഒക്കെ ആശ്രയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഏതൊക്കെയാണ് വികാസ തത്വങ്ങൾ എന്നുള്ളത്? അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, വികാസം എന്താണ്, അനുസ്യൂതമാണ്. വികാസം അനുസ്യൂതമാണെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഒരു പ്രസ്താവന തരികയാണ്, ഒരു കുട്ടി ജനിച്ചതിന് ശേഷമാണ് ആ ഒരു കുട്ടിയിൽ വികാസം നടക്കുന്നത് എന്നൊരു പ്രസ്താവന നിങ്ങൾക്ക് തരുന്നു. ആ പ്രസ്താവന ശരിയാണോ? അല്ല അല്ലേ. ആ ഒരു പ്രസ്താവന എന്താണ്, തെറ്റാണ്. ആ ഒരു പ്രസ്താവന തെറ്റാണ്. കാരണം എന്താണ്, അമ്മയുടെ വയറ്റിലിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയിൽ വികാസം നടക്കുന്നുണ്ട്. അപ്പോൾ വികാസം എന്ന് പറയുമ്പോൾ എന്താണ്, ഗർഭധാരണ മുതലുണ്ട് അല്ലേ, ഗർഭധാരണ മുതലുണ്ട്. ഇനി വാർദ്ധക്യം എത്തുമ്പോൾ നമ്മുടെ വികാസം സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ കൗമാരം എത്തുമ്പോൾ വികാസം സ്റ്റോപ്പ് ചെയ്ത് പോകുന്നുണ്ടോ? ഇല്ല. എന്താണ്, നമ്മൾ മരണം വരെ നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വികാസം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഗർഭധാരണ മുതൽ മരണം വരെയാണ് ഈ വികാസം എന്ന് പറയുന്നത്. എന്നാൽ വളർച്ച എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കൗമാരപ്രായത്തോട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അവസാനിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ വികാസം അനുസ്യൂതമാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ വരുന്നത് വികാസം ഗതി നിയമം പാലിക്കുന്നു എന്നുള്ളതാണ്. വികാസം ഗതി നിയമം പാലിക്കുന്നു. അപ്പോൾ അതിൽ ആദ്യത്തെയാണ് അതിലൊരു നിയമമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശാരീരിക വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം പാലിക്കപ്പെടുന്നു അല്ലേ. ശാരീരിക വികാസം എങ്ങനെയാണ്, ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്നുള്ള രീതിയിലാണ്. അത് നമ്മുടെ ഹൃദയം, കരൾ, ഇതൊക്കെ വികാസം പ്രാപിച്ചതിന് ശേഷമാണ് നമ്മുടെ വിരൽ തുമ്പിലേക്ക് എന്ത് ചെയ്യുന്ന വികാസം വരുന്നത്. അപ്പോൾ സമീപ ദൂരസ്ഥ ദിശാക്രമം എന്നാണ് പറയല്ലേ, സമീപ ദൂരസ്ഥ ദിശാക്രമം എന്നാണ് പറയാം. അവിടെ ഒരു ഗതി നിയമം
ക്രമം കൂടെ നമ്മൾ ഓർത്ത് വെക്കാനുണ്ട്. എന്താണ്? സിഫാലോ കോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? തല മുതൽ പാദം വരെ എന്നുള്ളതാണ്. തല മുതൽ പാദം വരെ എന്നുള്ള ആ ഒരു ക്രമം കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം കുട്ടിയുടെ കഴുത്ത് റെഡി ആവുന്നു, അതിനുശേഷമാണ് കുട്ടി ഇരിക്കാൻ തുടങ്ങുന്നത്, അതിനൊക്കെ കുറെ കഴിഞ്ഞിട്ടാണ് കുട്ടി നടക്കാൻ തുടങ്ങുന്നത്, അല്ലേ, നിൽക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജ് ഇങ്ങനെ പോവാണ്. അപ്പോൾ എന്താണ്? തല മുതൽ ശിരസ് വരെയാണ്, തല മുതൽ പാദം വരെയാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു ക്രമം. അതാണ് നമ്മുടെ സിഫാലോ കോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു, അല്ലേ? വികാസം എന്ത് ചെയ്യുന്നുണ്ട്? പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിക്കുന്നുണ്ട്. ഇനി വികാസം പാരമ്പര്യത്തെയും എന്താണ്? പരിസരത്തെയും ആശ്രയിച്ചിട്ടുണ്ട്. വികാസം എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിക്കുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മൾ പാരമ്പര്യത്തെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ മുടി, കണ്ണ്, ഉയരം, വർണ്ണാന്തത, അത്തരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി പാരമ്പര്യമായിട്ട് അല്ലാത്ത ഘടകം നമ്മുടെ പരിസരത്തെ ആശ്രയിക്കുന്നതാണ്. നമ്മുടെ ബുദ്ധി, അതുപോലെ തന്നെ നമ്മുടെ മനോഭാവം, നമ്മുടെ സംസ്കാരം, ഇതൊക്കെ നമ്മുടെ പരിസരവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വികാസം പാരമ്പര്യത്തെയും എന്ത് ചെയ്യുന്നുണ്ട്? പരിസരത്തെയും ആശ്രയിക്കുന്നുണ്ട്. ഇനി വികാസം എന്ന് പറയുന്നത് സാമാന്യത്തിൽ നിന്നും വിശേഷത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ വികാസം എന്ന് പറയുമ്പോൾ എന്താണ്? ജനറൽ ടു സ്പെസിഫിക് ആണ്. അതായത് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? വികാസം നടക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ്, വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്, അല്ലേ? വികാസം ക്യുമുലേറ്റീവ് ആണ്. ക്യുമുലേറ്റീവ് ആണെന്ന് പറഞ്ഞാൽ സംവേദനം, പ്രത്യക്ഷണം, അന്തർദൃഷ്ടി, പ്രശ്നം, ഇതാണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. അപ്പൊ സംവേദനം, പ്രത്യക്ഷണം, സംപ്രത്യക്ഷണം, അന്തർദൃഷ്ടി, പ്രശ്ന പരിഹരണം. അപ്പൊ ഇതെന്താണ്? ആ ഒരു വികാസത്തിന് സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണെന്ന് വരുമ്പോൾ അതിനകത്ത് വരുന്ന ക്രമമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വികാസം എന്ന് പറയുന്നത് ചാക്രികമാണോ അല്ലെങ്കിൽ രേഖീയമാണോ? വികാസക്രമം പറയുന്നത് എന്താണ്? അത് ചാക്രികമാണ്, രേഖീയമല്ല. അതെന്താണ്? ചാക്രികമാണ്. ഓക്കെ, നെക്സ്റ്റ് വികാസം എന്ത് ചെയ്യുന്നുണ്ട്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെ? വികാസം എന്ന് പറയുന്നത് ഭൗതികം, ശാരീരികം, വൈകാരികം, സാമൂഹികം എന്നീ മേഖലകളൊക്കെ ആയിട്ട് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി ഞാൻ ചോദിക്കട്ടെ, വികാസം എന്ന് പറയുന്നത് പ്രവചനീയമാണോ? അതെ, അല്ലേ? നമുക്ക് വികാസം നമുക്ക് പറയാൻ പറ്റും, 1.5 വയസ്സുള്ള കുട്ടി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇങ്ങനെ നമുക്ക് പ്രവചിക്കാൻ പറ്റും. അപ്പൊ എന്താണ്? വികാസം പ്രവചനീയമാണ്. എന്നാൽ എന്തുണ്ട്? വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും, അല്ലെ? വികാസത്തിലെ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. ഈ ചാലക വികാസ തത്വങ്ങൾ എന്ന് പറയുന്നത് ആര് കൊണ്ടുവന്നാണ്? അത് എലിസബത്ത് ബി ഹർലോക്ക് ആണ്, അല്ലേ? ചാലക വികാസ ുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എലിസബത്ത് ബി ഹാർലോക്ക്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇത് ഏതിലാണ് വരുന്നത്? സ്വയം കേന്ദ്രീകൃത അവസ്ഥ വരുന്ന ഏതാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്, അല്ലേ? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടത് ആരെയാണ്? പിയാഷയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിയാഷെ എന്ന് പറയുമ്പോൾ എന്താണ്? വൈജ്ഞാനിക വികാസത്തിന്റെ പിതാവായിട്ട് കണക്കാക്കുന്ന ആരെയാണ്? ജീൻ പിയാഷെ ആണ്, അല്ലേ? വൈജ്ഞാനിക വികാസത്തിന്റെ പിതാവ്. ഇനി ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആര് തന്നെയാണ്? ജീൻ പിയാഷെയാണ്. ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ജീൻ പിയാഷെയാണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് നമ്മുടെ വില്യം വൂണ്ട് ആണ്, അല്ലെ? മനഃശാസ്ത്രത്തിന്റെ പിതാവ് വില്യം വൂണ്ട് ആണ്. അദ്ദേഹം 1879 അല്ലെ പരീക്ഷണ ശാല സ്ഥാപിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്, അല്ലേ? ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? അത് തൊണ്ടേക്ക് ആണ്, അതൊക്കെ ഓർത്തെടുക്കുക. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് പിയാഷയെ കുറിച്ചാണ്. അപ്പൊ പിയാഷെ എന്ന് പറയുമ്പോൾ വൈജ്ഞാനിക വികാസത്തിന്റെ പിതാവാണ്. അദ്ദേഹമാണ് ശിശു മനഃശാസ്ത്രം, അല്ലെ? ശിശു മനഃശാസ്ത്രത്തിന്റെ പിതാവാണ് ആര്? ജീൻ പിയാഷെ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സ്കീമ എന്ന് പറയുന്നത്, അല്ലെ? സ്കീമ, അതുപോലെ തന്നെ സ്വാംശീകരണം, പിന്നെന്താണ് സംസ്ഥാപനം, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജീൻ പിയാഷെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ വരുന്ന നമ്മുടെ ഘട്ട സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അവിടെ 4 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണ് ആ 4 ഘട്ടങ്ങൾ? ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാഗ് മനോവ്യാപാര ഘട്ടം, പിന്നെ മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ആ 4 ഘട്ടങ്ങളിലൂടെ ഒന്ന് മൈൻഡിനെ ഓർത്തെടുത്തേ. അപ്പൊ ഇന്ദ്രിയ ചാലഘട്ടം, സെൻസറി സ്റ്റേജ്, അല്ലേ? അപ്പൊ ഏതാണ്? എത്ര ഏജാണ്? 2 വയസ്സ് വരെയാണ് ഇന്ദ്രിയ ചാലകഘട്ടം എന്ന് പറയുന്നത്. സംവേദക ചാലകഘട്ടം എന്ന് പറയാം, ഐന്ദ്രിക ചാലകഘട്ടം എന്ന് പറയാം, ഇതൊക്കെ പറയാം. അത് 2 വയസ്സ് ആണ്. അവിടെ എന്താണ്? പ്രവർത്തനങ്ങൾ, അല്ലെ? ആ പ്രവർത്തനങ്ങളിലൂടെയാണ്, അല്ലെ? കായിക ചലനങ്ങളിലൂടെയൊക്കെയാണ് അവിടെ ആദ്യം വികസനം നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട ഒരു വേർഡ് ഉണ്ട്, എന്ത്? ഒബ്ജക്റ്റ് പെർമനൻസ്, അല്ലെ? ഒബ്ജക്റ്റ് പെർമനൻസ്, വസ്തുസ്ഥിരത, വസ്തുബോധം, അതൊക്കെ വരുന്നത് എന്താണ്? ഈ ഒരു കാലഘട്ടത്തിലാണ്. ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് പറയുന്നത് കറക്റ്റ് ഓർത്ത് വെക്കുക, അത് PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ സ്ഥലബോധം, കാരണബോധം, കാലബോധം, ഇതൊക്കെ വരുന്ന ഏതാണ്? ഈ ഒരു ഇന്ദ്രിയ ചാലക ഘട്ടത്തിലാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പ്രാഗ് ക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രാഗ് മനോവ്യാപാര ഘട്ടമാണ്. പ്രാഗ് ക്രിയാത്മക ഘട്ടം അല്ലെങ്കിൽ പ്രാഗ്
പ്രാഗ് മനോവ്യാപാര ഘട്ടം? അത് 2 മുതൽ 7 വയസ്സ് വരെയാണ് അല്ലേ? 2 മുതൽ 7 വയസ്സ് വരെയാണ്. എന്നാൽ അതിനുള്ളിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 മുതൽ 4 വയസ്സ് വരെയുള്ളതിനെ നമുക്ക് എന്ത് പറയാം? ആശയദാന പൂർവ്വഘട്ടം എന്ന് പറയാം. 2 മുതൽ 4 വയസ്സ് വരെയുള്ളത് ആശയദാന പൂർവ്വഘട്ടം എന്ന് പറയാം. 4 മുതൽ 7 വയസ്സ് വരെ ഊഹനഘട്ടം, ഭൂതോദയ ഘട്ടം എന്നൊക്കെ പറയാം. ഊഹനഘട്ടം, ഭൂതോദയ ഘട്ടം എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഈ 2 മുതൽ 4 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ എന്താണ്? ആശയദാന പൂർവ്വഘട്ടമാണ്, അല്ലെങ്കിൽ പ്രാഗ് സംപ്രേഷണ ഘട്ടം എന്നൊക്കെ പറയാം. പ്രീ കൺസെപ്ച്വൽ ആണ്. അതായത് എന്തില്ല, അവിടെ ആ ഒരു ആശയ ആവിഷ്കാരത്തിന് എന്താണ്? ആശയ ആവിഷ്കാരത്തിന് സ്വാധീനമാകാത്ത ഘട്ടമാണ്. ആശയ ആവിഷ്കാരത്തിന് സ്വാധീനമാകാത്ത ഘട്ടമാണ്. ഇപ്പം എന്താണ്, ഒരു കുട്ടി ഇപ്പം എൻ്റെ കുട്ടിയാണെങ്കിലോ വീട്ടില് നമ്മൾ മൊബൈൽ നടക്കുമ്പോൾ അവന്റെ കയ്യിൽ എപ്പോഴും എന്തുണ്ടാവും? അവന്റെ ബോക്സ് ഉണ്ടാവും. അതാണ് അവന്റെ മൊബൈൽ. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുന്നു? ഒരു ആശയത്തിലെ ആ ഒരു എന്താണ് ബോക്സിനെ ആ കുട്ടി എന്തായി കാണുന്നു? മൊബൈലായിട്ട് കാണുന്നു. അപ്പൊ ആ ഒരു രീതിയിൽ കളിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് എന്ന് പറയുന്നത് ആശയദാന പൂർവ്വഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 2 മുതൽ 4 വയസ്സ് വരെ. ഓക്കെ, അതിനുശേഷം 4 മുതൽ 7 വയസ്സ് വരെ ആകുമ്പോൾ ഭൂതോദയ ഘട്ടമാണ്. അവിടെ യുക്തിപൂർവമായിട്ടല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? സാമാന്യവൽക്കരണം നടക്കുന്ന ഒരു ഘട്ടമാണ് എന്ത്? 4 മുതൽ 7 വയസ്സ് വരെ ഊഹന ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ യുക്തിപൂർവമല്ലാത്ത സാമാന്യവൽക്കരണം നടക്കുന്ന ആ ഒരു കാലഘട്ടമാണ് 4 മുതൽ 7 വയസ്സ് വരെ. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അവിടെ നമ്മുടെ ഏത് വരുന്നത്? നമ്മുടെ ഈ കേന്ദ്രീകരണം എന്ന് പറയുന്നത്. അതായത് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമാണ് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാൻ കഴിയുക. ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കാൻ കഴിയുക. അതാണ് കേന്ദ്രീകരണം എന്നുള്ള രീതിയിലേക്ക് വരുന്നത്. ഓക്കെ, സചേതന ചിന്ത അതവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സചേതന ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ജീവൻ ഇല്ലാത്തവയ്ക്കും ജീവൻ ഉണ്ട് എന്നുള്ള ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ആ ഒരു കാലഘട്ടമാണ് അല്ലേ സചേതന ചിന്ത എന്ന് പറയുന്നത്. നമ്മൾ കാണാറുണ്ട്, കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്? പാവയൊക്കെ വെച്ചിട്ട് പാവേനെ എന്ത് ചെയ്യുന്നു? ഭക്ഷണം കൊടുക്കുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെന്താണ്? സചേതന ചിന്ത വരുന്ന എവിടെയാണ്? ഈ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്. ഇനി അഹം കേന്ദ്രീകൃത ചിന്ത എവിടെയാണ്? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലാണ്. അഹം കേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ ഞാൻ അല്ലേ തന്റെ വീക്ഷണകോണിലൂടെ മാത്രം എന്ത് ചെയ്യുന്നു? ലോകത്തെ കാണുന്നു. താൻ കാണുന്നത് പോലെയാണ് നമ്മുടെ മറ്റ് മുതിർന്ന ആൾക്കാരൊക്കെ ഈ ഒരു ലോകത്തെ കാണുന്നത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ചിന്താഗതിയാണ് അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറയുന്നത്. ഇപ്പൊ പ്രതീകാത്മക ചിന്തനം ഞാൻ പറഞ്ഞു അല്ലേ, എന്താണ്? നമ്മുടെ ഒരു ബോക്സിനെ മൊബൈലായിട്ട് കാണുന്ന ആ ഒരു തന്നെയാണ് പ്രതീകാത്മക ചിന്തനം എന്ന് പറയുന്നത്. ഓക്കെ, കേന്ദ്രീകരണവും പറഞ്ഞു. അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് നമ്മൾ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഓർത്ത് വെക്കാനുള്ളത്. ഓക്കെ, സചേതന ചിന്ത, കേന്ദ്രീകരണം, അഹം കേന്ദ്രീകൃത ചിന്ത, പ്രതീകാത്മക ചിന്തനം. ഓക്കെ, ഇനിയിപ്പം ഈ പ്രത്യാവർത്തനം, കൺസർവേഷൻ ഇതൊക്കെ ഇവിടെ വരുന്നുണ്ടോ? ഇല്ല, അതൊക്കെ അടുത്ത ഘട്ടത്തിലേക്കാണ് അല്ലേ. അടുത്ത ഘട്ടം ഏതാണ്? മൂർത്ത രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്ന് പറയാം, അല്ലെങ്കിൽ രൂപാത്മക മനോവ്യാപാര ഘട്ടം എന്ന് പറയാം, സമൂർത്ത വ്യാപാര ഘട്ടം എന്ന് പറയാം, വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്നൊക്കെ പറയാം. അപ്പൊ ഇത് ഏത് വയസ്സ് മുതലാണ്? 7 മുതൽ 11 വയസ്സ് വരെയാണ്. 7 മുതൽ 11 വയസ്സ് വരെയാണ്. അപ്പൊ ലോവർ പ്രൈമറി കുട്ടികൾ ഏത് ഘട്ടത്തിലാണ് വരുന്നത് വെച്ചാൽ ഏതിലാണ്? നമ്മുടെ ഈ ഒരു മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ലോവർ പ്രൈമറി 5ാം ക്ലാസ്സുകാരനൊക്കെ വരുന്നത് ഈ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. അപ്പൊ ഇവിടെയാണ് എന്ത് വരുന്നത്? കൺസർവേഷനും പ്രത്യാവർത്തനവും ഒക്കെ വരുന്നത്. എന്താണ് ഈ കൺസർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ ഏതെങ്കിലും ഇപ്പം നമ്മൾ ഒരു വലിയ ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് അത് ചെറിയ ചെറിയ ബോട്ടിലാക്കി കൊടുക്കുമ്പം എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു വെള്ളത്തിന്റെ അളവ് തന്നെയാണ് ഇതിലും എന്നുള്ള ആ ഒരു ചിന്തയില്ലേ, അതിനെയാണ് നമ്മൾ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇനി പ്രത്യാവർത്തനം എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പൊ തിരിച്ച ഒരു കാര്യം ചോദിക്കുമ്പോൾ അപ്പൊ നമ്മൾ 2ഉം 3ഉം കൂടെ കൂട്ടിയിട്ട് നമ്മൾ 5 പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 5ന്ന് 3 കുറച്ചാൽ എത്ര? ആ ഒരു രീതിയിലൊക്കെ നമ്മൾ തിരിച്ചൊക്കെ ചോദിക്കുമ്പോൾ കുട്ടിക്ക് പറയാൻ പറ്റുന്നത് എപ്പോഴാണ്? ഈ ഒരു മൂർത്ത രൂപാത്മക മനോവ്യാപാര ഘട്ടത്തിലാണ്. ഓക്കെ, ദെൻ ഉഭയദിശ ചിന്ത ഉണ്ട് അല്ലേ, എല്ലാ രീതിയിലും 2 ദിശയിലും ചിന്തിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയാണ്. പിന്നെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ് നമ്മൾ ക്രമപ്പെടുത്തൽ, ശ്രേണീകരണം അതൊക്കെ വരുന്ന ഏതാണ്? ഈ ഒരു മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ക്രമപ്പെടുത്തൽ, ശ്രേണീകരണം അല്ലേ, ഓക്കെ, യുക്തിചിന്തയൊക്കെ വരുന്ന ഈ ഒരു മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. ഇനി ഭൂതം, വർത്തമാനം, ഭാവി കാലങ്ങളെ കുറിച്ചൊക്കെ കുട്ടിക്ക് ബോധമുണ്ടാവുന്ന മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഔപചാരിക മനോവ്യാപാര ഘട്ടമാണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് എന്ന് പറയാം. അമൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് പറയാം. അപ്പൊ അമൂർത്തമായ കാര്യങ്ങളെ കുറിച്ച് കൂടി കുട്ടി പഠിക്കുന്നത് എന്താണ്? ഈ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ UP തലത്തിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു കാലഘട്ടത്തിലെ അമൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്കറിയാം പ്രപഞ്ചം, ആറ്റം ആ ഒരു കൺസെപ്റ്റ് ഒക്കെ കുട്ടി പഠിക്കാൻ ആയിരിക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു അമൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ്. അതായത് 11 വയസ്സ് മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടമാണ് എന്ത് വരുന്നത്? പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? താഴെ തന്നിരിക്കുന്നതിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണമല്ലാത്തത് ഏത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രക്ഷേപണ രീതികൾ അപ്പൊ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഏതൊക്കെയാണ് പ്രക്ഷേപണ രീതികൾ വരുന്നത്?
ഒന്ന് പറഞ്ഞേ. റോഷ മഷ്യൂപ്പ് പരീക്ഷ അല്ലെ, റോഷ മഷ്യൂപ്പ് പരീക്ഷ വരുന്നുണ്ട്. പിന്നെ തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. പിന്നെ ഏതാണ് വരുന്നത്, പദസഹചരിത്വ പരീക്ഷ വരുന്നുണ്ട്. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് വരുന്നുണ്ട്. വാക്യപൂർണ്ണ പരീക്ഷ വരുന്നുണ്ട്. ഇതൊക്കെ എന്താണ്, പ്രക്ഷേപണ രീതിയാണ്. എന്നാൽ അതിനകത്ത് ഇല്ലാത്തത് ഏതാണ്, ഈ മിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി എന്ന് പറയുന്ന ഇതാണ്. ഓക്കെ, അപ്പൊ 63 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, അപ്പൊ ഈ പ്രക്ഷേപണ രീതിയൊക്കെ ഏതിനകത്ത് വരുന്നതാണ്, നമ്മുടെ മനഃശാസ്ത്ര രീതികളിൽ വരുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ ആത്മനിഷ്ഠാ രീതിയൊക്കെ ഓർത്തു വെക്കുക. ആത്മനിഷ്ഠാ രീതി ആര് കൊണ്ടുവന്നതായിരുന്നു, വില്യം വുണ്ടും ടിച്ച്നറും കൊണ്ടുവന്നതാണ് അല്ലേ. നമ്മുടെ ഉള്ളിലേക്ക് അന്തർനിരീക്ഷണമാണ് അല്ലേ, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുക. അതന്നെയാണ് വില്യം വുണ്ടും ടിച്ച്നറും കൊണ്ടുവന്നതായിരുന്നു ആത്മനിഷ്ഠാ രീതി എന്ന് പറയുന്നത്. പിന്നെ നിരീക്ഷണ രീതി ഉണ്ട് അല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നു, നിരീക്ഷിച്ച് കണ്ടെന്നല്ലേ നിരീക്ഷണ രീതി ഉണ്ട്. ഇനി പരീക്ഷണ രീതിയും ആര് തന്നെയാണ്, വില്യം വുണ്ടാണ് അല്ലേ. 1879 ലെയ്പ്സിംഗിൽ എന്ത് ചെയ്തു, ഒരു പരീക്ഷണശാലയൊക്കെ സ്ഥാപിച്ചു അല്ലെ വില്യം വുണ്ട്, ജർമ്മനിയിൽ. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കാം. ഇനി ഈ നിരീക്ഷണ രീതി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരോക്ഷ നിരീക്ഷണമുണ്ട്, ഭാഗഭാഗിത്വ നിരീക്ഷണമുണ്ട്. പരോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തി അറിയാതെ നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പരോക്ഷ നിരീക്ഷണം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ആ ഒരു നിരീക്ഷണത്തിന് അവരോടൊപ്പം ഭാഗമായിട്ടാണെങ്കിൽ അത് ഭാഗഭാഗിത്വ നിരീക്ഷണമാണ്. പിന്നെ അഭിമുഖം വരുന്നുണ്ട്, സർവേ രീതി വരുന്നുണ്ട്, ക്ലിനിക്കൽ മെത്തേഡ് വരുന്നുണ്ട്. അപ്പൊ ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ ലൈറ്റ്നർ വിമറിനെ ഓർത്ത് വെക്കുക. ലൈറ്റ്നർ വിമർ ക്ലിനിക്കൽ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ദെൻ സാമൂഹിക ബന്ധ പരിശോധനകൾ, സോഷ്യോമെട്രിക് അല്ലെ, സാമൂഹ്യമിതി, അതാരാണ്, ജെ.എൽ. മൊറീനോ ആണ്. ജെ.എൽ. മൊറീനോ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഏത്, സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്, എല്ലാവരാലും സെലക്ട് ചെയ്യപ്പെടുന്ന ആളാണ് ആര്, സ്റ്റാർ എന്ന് പറയുന്നത് അല്ലെ. ക്ലിക്ക് എന്ന് പറയുമ്പോൾ 1, 2, 3 പേരുടെ ആ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ എന്ത് പറയാ, ക്ലിക്ക് എന്ന് പറയാം. ഇനി ഐസൊലേറ്റഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ആരാലും സെലക്ട് പെടാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവും, അവരാണ് എന്ത് ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. ഇനി ഗ്യാങ് എന്ന് പറയുമ്പോൾ എന്താണ്, 2, 3 ഈ ക്ലിക്കുകൾ കൂടി ചേർന്നിട്ട് വരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയാ, ഗ്യാങ് എന്ന് പറയാം. ഇനി ദ്വന്ദ്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 പേരുള്ള, അതായത് ഒരാളെ തന്നെ സെലക്ട് ചെയ്യുന്നു, തിരിച്ച് അയാൾ ഇങ്ങോട്ടും സെലക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദ്വന്ദ്വങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കുക കേട്ടോ. ദെൻ പ്രക്ഷേപണ രീതിയിലേക്ക് നമ്മൾ പറഞ്ഞു, പ്രക്ഷേപണ രീതി. പിന്നെ ഓക്കെ, അതൊക്കെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എറിക്സന്റെ മനോസാമൂഹ്യ വികാസ സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ ഏവ എന്നാണ്. ഓക്കെ, അപ്പൊ എറിക്സന്റെ മനോസാമൂഹിക വികാസമാണ് അല്ലെ, മനോസാമൂഹിക വികാസമാണ്. അതെന്തായാലും നിർബന്ധമായും പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അല്ലെ എറിക്സൺ. അപ്പൊ നമുക്കറിയാം എറിക്സൺ ഓരോ ഘട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിസന്ധിയെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആദ്യം 1.5 വയസ്സ് വരെ, ജനിച്ച 1.5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കാണപ്പെടുന്ന എന്താണ്, വിശ്വാസം അവിശ്വാസമാണ് അല്ലെ, വിശ്വാസം അവിശ്വാസം. ഓക്കെ, രണ്ടാമത് 1 മുതൽ 3 വയസ്സ് വരെ അല്ലെ, 1.5 മുതൽ 3 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് കുട്ടി സ്വേച്ഛാപ്രവർത്തനം വേഴ്സ് സംശയമാണ്, സ്വാശ്രയത്വം വേഴ്സ് ജാള്യത. അപ്പൊ സ്വേച്ഛാപ്രവർത്തനം വേഴ്സ് സംശയം, സ്വാശ്രയത്വം വേഴ്സ് ജാള്യത, അത് 1 മുതൽ 3 വയസ്സ് വരെ, 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് വരുന്നത്. നെക്സ്റ്റ് 3ാമത്തെ എന്ന് പറയുമ്പോൾ എന്താണ്, സന്നദ്ധത വേഴ്സ് കുറ്റബോധമാണ് അല്ലെ, മുൻകൈ എടുക്കൽ കുറ്റബോധം. ഇത് ഏത് കുട്ടികളിലാണ് കാണപ്പെടുന്നത്, പ്രീ സ്കൂൾ കുട്ടികളിലാണ് അല്ലെ. ആദ്യ ബാല്യ കാലഘട്ടം, ഓക്കെ, ആദ്യ ബാല്യകാലം എന്നൊക്കെ പറയുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് എന്ത് വരുന്നത്, ഈ ഒരു സന്നദ്ധത വേഴ്സ് കുറ്റബോധം, മുൻകൈ എടുക്കൽ കുറ്റബോധം എന്നുള്ള രീതിയിൽ. അപ്പൊ കുട്ടി എന്ത് ചെയ്യും, എല്ലാ കാര്യത്തിലും അല്ലെ, നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ചെറിയ മക്കളുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു 3 വയസ്സിൽ അംഗനവാടിയിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ ഷർട്ട് ഇടാൻ നോക്കും, അവർ തന്നെ കുളിക്കാൻ നോക്കും, അതൊക്കെ അവർ തന്നെ ഇങ്ങനെ നോക്കും. അപ്പൊ ആണ് മുൻകൈ എടുക്കൽ വേഴ്സ് കുറ്റബോധം, സന്നദ്ധത വേഴ്സ് കുറ്റബോധം. ഓക്കെ, പിന്നെ 4ാമത് വരുന്നത് കർമ്മോത്സുകത വേഴ്സ് അപകർഷതാബോധമാണ്, കർമ്മോത്സുകത വേഴ്സ് അപകർഷതാബോധം. അപ്പൊ അതേതാണ്, 6 മുതൽ 12 വയസ്സ് വരെയാണ്, 6 മുതൽ 12 വയസ്സ് വരെയാണ്. ഊർജ്ജസ്വലത വേഴ്സ് അപകർഷത എന്നും പറയാം, 6 മുതൽ 12 വയസ്സ് വരെ. അപ്പൊ LP UP ചൈൽഡ് ഒക്കെ വരുന്ന ഈ ഒരു ഘട്ടത്തിലാണ് അല്ലെ, പ്രൈമറി ചൈൽഡ് ഒക്കെ വരുന്ന എന്താണ്, കർമ്മോത്സുകത വേഴ്സ് അപകർഷതാബോധം അല്ലെങ്കിൽ ഊർജ്ജസ്വലത വേഴ്സ് അപകർഷത എന്നുള്ള ഈ ഒരു ഘട്ടത്തിലാണ് വരുന്നത്, 6 മുതൽ 12 വയസ്സ് വരെയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് പറയുന്നത്, 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിഘടകങ്ങളിലെ ഏതൊക്കെയാണ്, 1 ഊർജ്ജസ്വലതയും ആത്മവിശ്വാസവും, പിന്നെ ഏതാ വരുന്നത്, അപകർഷത അല്ലെ, അപകർഷത. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്, 64A ആണ് വരിക, 1ഉം 3ഉം ആണ് വരിക, 1ഉം 3ഉം ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് 5ാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ സ്വത്വബോധം വേഴ്സ് വ്യക്തിത്വ ശങ്ക വരുന്നത് അല്ലെ, സ്വാവബോധം എന്ന് പറയാം. നമുക്ക് ഇവിടെ കണ്ടോ, സ്വാവബോധം കണ്ടോ. അപ്പൊ സ്വാവബോധം വരുന്ന എന്താണ്, 12 മുതൽ 18 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലാണ്, 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണല്ലേ നമുക്ക് റോൾ സംശയം, ഞാൻ ആരാണെന്നുള്ള കൗമാരത്തിലുള്ള ആ ഒരു സംശയമൊക്കെ അതൊക്കെ വരുന്നത് എവിടെയാണ്, ഈ ഒരു 5ാമത്തെ ഘട്ടത്തിലാണ്. സ്വത്വബോധം വേഴ്സ് വ്യക്തിത്വ ശങ്ക, സ്വത്വബോധം വേഴ്സ് വ്യക്തിത്വ ശങ്ക. ഓക്കെ,
നെക്സ്റ്റ് ആറാമത്തത് എന്താണ്? 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് അല്ലേ? 18 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ആ ഒരു ഏജിലാണ് നമ്മൾ പ്രണയം അതൊക്കെ വരുന്നത്. അപ്പോൾ അടുപ്പം വേഴ്സ് ഏകാഗ്യത, അടുപ്പം വേഴ്സ് ഏകാഗ്യത. ഓക്കെ, അടുപ്പം വേഴ്സ് ഏകാഗ്യത വരുന്ന ഏതാണ്? ഈ ഒരു ആറാമത്തെ ഘട്ടത്തിലാണ്. 7 ക്രിയാത്മകത വേഴ്സ് മന്ദതയാണ് അല്ലേ? ക്രിയാത്മകത വേഴ്സ് മന്ദത അല്ലെങ്കിൽ സൃഷ്ടി വേഴ്സ് മുരടി. ഇപ്പോൾ ആ ഒരു രീതിയിലൊക്കെ പറയാം. അത് 35 മുതൽ 60 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടമാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എട്ടാമത്തത് മനസന്തുലനം വേഴ്സ് തളർച്ചയാണ്. അത് നമുക്ക് 60-ന് മുകളിലോട്ട് വരും അല്ലേ? ജീവിതത്തെ വിലയിരുത്തുന്ന സമ്പൂർണ്ണതാ വേഴ്സും നിരാശ അല്ലേ? നമുക്ക് ജീവിതത്തിൽ നമ്മളെല്ലാം നേടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണ്ടാവും? സമ്പൂർണ്ണതാ ബോധം ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊന്നും നേടിയിട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നിരാശ വരും അല്ലേ? മനസന്തുലനം വേഴ്സ് തളർച്ച. ആ ഒരു ജീവിതത്തെ വിലയിരുത്തുന്ന ആ ഒരു കാലഘട്ടമാണ് എന്ത്? 60 വയസ്സിന് മുകളിലോട്ടുള്ള എട്ടാമത്തെ ഘട്ടം. ഓക്കെ, അപ്പൊ 8 ഘട്ടങ്ങളായിട്ടാണ് എറിക്സൺ എന്ത് ചെയ്തത്? മനോസാമൂഹിക വികാസത്തെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂൾ കുട്ടി എന്ന് വിളിച്ച എറിക്സൺ സ്കൂൾ കുട്ടി എന്ന് വിളിച്ച ആ ഒരു കാലഘട്ടം ഏതാണത്? കർമ്മോത്സുകത വേഴ്സ് അപകർഷതാ ബോധം അല്ലേ? ആ ഒരു ഊർജ്ജസ്വലത വേഴ്സ് അപകർഷത 6 മുതൽ 12 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 65ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷതകൾ എന്നിങ്ങനെ വ്യക്തിത്വ സവിശേഷതകൾ തരം തിരിച്ചിരിക്കുന്നത് കാൾ റോജേഴ്സ് ആണോ എന്നാണ്? ആണോ? അല്ല അല്ലെ? കാൾ റോജേഴ്സ് അല്ലല്ലോ, അല്ല. ഇനി പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ഗോൾഡൻ, വില്യാർഡ്, ആൽപോർട്ട്. അത് ശരിയല്ലേ? പക്വ വ്യക്തിത്വം ആരുമായി ബന്ധപ്പെട്ടതാണ്? ആൽപോർട്ടുമായി ബന്ധപ്പെട്ടതാണ്. പക്വ വ്യക്തിത്വം ആൽപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നോക്കിയേ, ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്നിങ്ങനെ ഒരു വ്യക്തിയുടെ അഹത്തിന് 2 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞത് അബ്രഹാം മാസ്ലോ ആണെന്ന് പറയുന്നു. ആണോ? അല്ല അല്ലെ? അബ്രഹാം മാസ്ലോന്റെ എന്തായിരുന്നു? പഠനശ്രേണിയാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ ആദർശാത്മക അഹം, യാഥാർത്ഥ്യാധിഷ്ഠിത അഹം എന്ന് പറഞ്ഞത് അബ്രഹാം മാസ്ലോ അല്ല. അപ്പൊ ഇതെന്താണ്? ഇത് തെറ്റാണ്. ഒന്നാമത്തെ ഇതും തെറ്റാണ്. അപ്പൊ നമുക്ക് ശരിയായതാണ്. ശരിയായത് ഇത് മാത്രമേ ഉള്ളൂ. എന്താ ലാസ്റ്റ് നോക്കാം. ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ് എന്നിങ്ങനെ മനസ്സിനെ 3 തലങ്ങളുണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? അത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്ന് പറയുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് എന്ന് പറയുന്നു. അപ്പൊ അതെന്താണ്? അത് ശരിയാണ്. അപ്പൊ നമുക്ക് 2ഉം 4ഉമാണ്. അപ്പൊ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ മുഖ്യ സവിശേഷകം, അതുപോലെ തന്നെ മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷം ഇത് ആരുടെയാണ്? ആൽപോർട്ടിന്റെ ആണ് അല്ലേ? ആൽപോർട്ടിന്റെ ആണ്. അപ്പം അപ്പൊ എന്ത് ചെയ്യുന്നു? ട്രേറ്റ് അപ്രോച്ച് എന്നാണ് പറയാ, സവിശേഷക സമീപനം എന്നാണ് പറയാ. എന്താണ് ഈ മുഖ്യ സവിശേഷത എന്ന് പറഞ്ഞാൽ? മുഖ്യ സവിശേഷത എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ വ്യവഹാരങ്ങളിൽ നമുക്ക് മിക്കപ്പോഴും പ്രകടമാകുന്നത് അല്ലെ, മേൽക്കൈ നേടുന്ന ആ ഒരു സവിശേഷതയാണ് നമ്മൾ എന്ത് പറയുന്നത്? മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. അപ്പൊ മുഖ്യ സവിശേഷകം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഓർത്ത് വെക്കാം ഗാന്ധിജിയുടെ അഹിംസ അല്ലെ, ബുദ്ധന്റെ അഹിംസ, ആ ഒരു രീതിയിൽ ആ ഒരു കാര്യമൊക്കെ എവിടെയാ ഓർത്ത് വെക്കുക. അപ്പൊ അതാണ് മുഖ്യ സവിശേഷകം എന്ന് പറയാം. അപ്പൊ നമ്മൾ ഗാന്ധിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എന്താ വരിക? അഹിംസയല്ലേ വരിക. ഇനി ചാർലി ചാപ്ലിനെ കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് എന്താണ്? അദ്ദേഹത്തിന്റെ ഫലിത തമാശകളാണല്ലേ വരിക. അപ്പൊ ആ ഒരു രീതിയിൽ മുഖ്യമായി നിൽക്കുന്ന ഹിറ്റ്ലർ എന്ന് പറയുമ്പോൾ ആക്രമമാണ് നമുക്ക് ഓർത്ത് വരിക. അപ്പൊ അതാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് മധ്യമ സവിശേഷം. മധ്യമ സവിശേഷം എന്ന് പറഞ്ഞാൽ സാമാന്യമായി അല്ലേ, നമുക്ക് ഒരു വ്യക്തിയെ സാമാന്യമായിട്ട് വിശദീകരിക്കാൻ അയാളുടെ മിക്ക പ്രവൃത്തിയിലൊക്കെ പ്രതിഫലിക്കുന്ന ആ ഒരു കാര്യമാണ്. അപ്പൊ ഗാന്ധിജിയുടെ സത്യസന്ധതയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു മധ്യമ സവിശേഷതയിൽ ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി ദ്വിതീയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ നമ്മൾ പ്രകടിപ്പിക്കുന്ന ആ ഒരു സ്വഭാവത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാരുമായി ബന്ധപ്പെട്ടതാണ്? ആൽപോർട്ടിന്റെ സവിശേഷക സമീപനമാണ് അല്ലെ, ആൽപോർട്ടിന്റെ സവിശേഷക സമീപനമാണ്. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് നമ്മൾ പക്വ വ്യക്തിത്വത്തെ വിശദീകരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? വിപുലീകൃത അഹം, ഊഷ്മള ബന്ധങ്ങൾ, ആത്മസന്തുലനം, യാഥാർത്ഥ്യബോധം, ആത്മധാരണ, ഏകാത്മക ജീവിത ദർശനം എന്നീ 6 മാനദണ്ഡങ്ങൾ പരിഗണിക്കണം എന്ന് പറഞ്ഞത് ആരാണ്? ആൽപോർട്ടാണ്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. പക്വ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട 6 മാനദണ്ഡങ്ങൾ, ആൽപോർട്ടിന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ വിപുലീകൃതമായ അഹം അല്ലെ, വിപുലീകൃതമായ അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ താല്പര്യങ്ങളും ക്ഷേമവും തന്റേതിനോടൊപ്പം തന്നെ പരിഗണിക്കുന്ന ആ ഒരു വിശാലമായ ചിന്താഗതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? വിപുലീകൃതമായ അഹം.
വിപുലീകൃതമായ അഹം എന്ന് പറയുന്നത് അല്ലെ. ഊഷ്മള ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുമായിട്ട് നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ കൊണ്ട് നടക്കുക, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആത്മസന്തുലനം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സംഘർഷ അവസ്ഥകളിലൊക്കെ എന്ത് ചെയ്യാം, നമ്മൾ സമീപനം പാലിക്കുക അല്ലെ. സെൽഫ് റെഗുലേഷൻ എന്നാണ് പറയുന്നത്. പിന്നെ യാഥാർത്ഥ്യ ബോധം ഉണ്ടായിരിക്കണം. ആത്മധാരണ, നമ്മുടെ കഴിവുകളെ കുറിച്ചും നമ്മുടെ പരിമിതികളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യണം, വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഏകാത്മക ജീവിത ദർശനം. ഇപ്പൊ ഈ ഒരു 6 മാനദണ്ഡങ്ങൾ പക്വ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൽപോർട്ടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനിയുള്ളത് എന്താണ്? ആദർശാത്മകാഹവും അതുപോലെ തന്നെ എന്താണ്, യാഥാർത്ഥ്യാധിഷ്ഠിതാഹവും. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? കാൾ റോജേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? എന്താണ് ആദർശാത്മകാഹം, അതുപോലെ തന്നെ യാഥാർത്ഥ്യാധിഷ്ഠിതാഹം ആരാണ്? കാൾ റോജേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ യാഥാർത്ഥ്യാധിഷ്ഠിതാഹം എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ആദർശാത്മക അഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മൾ ഒരാളായി തീരാൻ അല്ലെ, നമ്മൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അതാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദർശാത്മക അഹം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആരായി തീരാൻ ആഗ്രഹിക്കുന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദർശാത്മക അഹം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ ആരാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യാഥാർത്ഥ്യ അധിഷ്ഠിത അഹം എന്ന് പറയുന്നത്. അപ്പൊ യാഥാർത്ഥ്യ അധിഷ്ഠിതം എന്ന് പറഞ്ഞതാണ് നമ്മൾ ആരാണോ, യഥാർത്ഥത്തിൽ നമ്മൾ ആരാണോ അതിനെയാണ് നമ്മൾ യാഥാർത്ഥ്യ അധിഷ്ഠിത അഹം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ബോധ മനസ്സും ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ഈ ഒരു 3 തലങ്ങൾ പറഞ്ഞത് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് അല്ലെ. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടതാണ്? സിഗ്മണ്ട് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 66ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പം താഴെ തന്നിരിക്കുന്ന സമായോജന തന്ത്രങ്ങളാണ്. അപ്പൊ അതെന്ത് ചെയ്യുക, ഉദാഹരണങ്ങളൊക്കെ ചേരുംപടി ചേർക്കാനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത് എന്താണ്? യുക്തീകരണമാണ് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ സമായോജന തന്ത്രങ്ങൾ അല്ലെ, സമായോജന തന്ത്രങ്ങളൊക്കെ എന്തായാലും നിർബന്ധമായി പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ നോക്കാം. പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളുന്നു. അപ്പൊ ഇതെന്താ വരിക? ഇത് താതാത്മീകരണമാണ് വരിക അല്ലെ. രണ്ടാമത്തത് എ ആണ്. അപ്പൊ ഇവിടെ പഠനത്തിൽ വേണ്ടത്ര ശോഭിക്കാൻ കഴിയാത്ത വ്യക്തി താൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേരും പ്രശസ്തിയും പറഞ്ഞിട്ട് അതിൽ അഭിമാനം കൊള്ളുകയാണ്. അതാണ് താതാത്മീകരണം എന്ന് പറയുന്നത് അല്ലെ. താതാത്മീകരണം. അപ്പൊ താതാത്മീകരണം ഇപ്പൊ നമ്മൾ സാധാരണ നമ്മൾ കാണാറുണ്ട് അല്ലെ, അച്ഛനും അമ്മയൊക്കെ മക്കളുടെ വിജയത്തിൽ എന്ത് ചെയ്യും? സന്തോഷിക്കും അല്ലെ. അത് അവരുടെ വിജയമാണെന്ന രീതിയിൽ അവർ സന്തോഷിക്കും. അതാണ് താതാത്മീകരണം എന്ന്. അപ്പൊ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല, അവർക്ക് അത്രയൊന്നും പഠിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വിജയം കരസ്ഥമാക്കാനോ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ അത് മക്കൾ കരസ്ഥമാക്കുമ്പോൾ ആ ഒരു വിജയം തങ്ങളുടേതാണെന്നുള്ള രീതിയിൽ അതാണ് എന്ത് വരുന്നത്? താതാത്മീകരണം വരുന്നത്. ഓക്കെ, ഇനി ബി എന്താ പറയുന്നത്? സഹോദരനോ സഹോദരിയോ ജനിക്കുമ്പം മൂത്ത കുട്ടി കൂടുതൽ ശ്രദ്ധ ലഭിക്കുവാൻ വേണ്ടി കൊച്ചു കുഞ്ഞിനെ പോലെ പെരുമാറുന്നത് എന്താണ്? അത് പശ്ചാത്ഗമനമാണ്. പശ്ചാത്ഗമനം, അതായത് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു പോവാ, അതാണ് പശ്ചാത്ഗമനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പരീക്ഷയിൽ പരാജയപ്പെട്ട കുട്ടി പരാജയത്തിന്റെ കാരണം പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കുന്നു. അപ്പൊ പരീക്ഷയിൽ എന്ത് ചെയ്തു? കുട്ടി പരാജയപ്പെടുകയാണ്. അപ്പൊ കുട്ടി പറയാണ് അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, അതെന്താണ്? ആ ചോദ്യപേപ്പറിന്റെ ആണല്ലേ, ചോദ്യപേപ്പറിന്റെ ആണ് എന്നുള്ള രീതിയിൽ സ്വയം ആശ്വസിക്കുകയാണല്ലേ. ആരും പ്രയാസമേറിയ ചോദ്യപേപ്പർ എന്ന് ആരോപിക്കും. അത് എന്താണ് പറയാ? യുക്തീകരണമാണ് അല്ലേ. അതാണ് എന്ത് പറയുന്നത്? യുക്തീകരണം. ഓക്കെ, ഇനി പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. അതിന് എന്ത് പറയും? അനുപൂരണം എന്ന് പറയുന്നു. അപ്പൊ പഠനത്തിൽ മികവ് പുലർത്താൻ കഴിയാത്ത കുട്ടി സ്പോർട്സിൽ, അപ്പൊ നമുക്ക് ഒരു മേഖലയിൽ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ വേറൊരു മേഖലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ നമ്മുടെ കഴിവ് തെളിയിക്കുന്നു. അതിന് എന്താണ് പറയാ? അനുപൂരണം എന്നാണ് പറയാ. ഓക്കെ, അതെന്താണ് പറയാ? അനുപൂരണം. അപ്പൊ ഏതാ വരിക? 1 C 2 A